സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഡൗട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പം അത് സോൾവ് ചെയ്യും. ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് വെക്റ്റേഴ്സും കണ്ടുപിടിക്കാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ സോൾവ് ചെയ്തേക്കാം. ഈ തന്നിരിക്കുന്ന വെക്റ്ററിനെ ഞാൻ എ എന്ന് പേര് വിളിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ മൈനസ് ലാംഡ ഐ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഈ ലാംഡ എന്താണ്? ലാംഡ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചോദ്യത്തിൽ അങ്ങനെയാണ്. ഈ ഐ എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ഐക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ലാംഡനെ ഒരു മെട്രിക്സ് ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ലാംഡ ഐ എന്ന് പറഞ്ഞ ഈ സംഭവം ചെയ്യുന്നത്. കത്തിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എ എന്നാണ് 8, ഈ വെക്ടർ തന്നെയാണ്, മൈനസ് ലാംഡ ഐ. അപ്പം ലാംഡ ഇൻറ്റു ഇതെന്താണ്? 3/3 ഓർഡർ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഐ എന്ന് പറയുന്നത് ഒരു 3/3 ഓർഡർ മെട്രിക്സ് ആയിരിക്കണം. സോ 1 0 0 0 1 0 0 0 1 ആണല്ലോ. ഈ കാര്യത്തിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇതുമായിട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് ഈ ലാംഡേനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കത്തിയോ? ഓക്കെ, ഇനി നമുക്കറിയാം ഇതൊരു 3/3 മെട്രിക്സ് ആണ്, ഇതൊരു 3/3 മെട്രിക്സ് ആണ്. സബ്സ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ എലമെൻസിനെയും വെച്ച് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സ്റ്റെപ്പ് 1 കംപ്ലീറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇതെന്നാണ്? എ മൈനസ് ലാംഡ ഐ ആണ്. എ മൈനസ് ലാംഡ ഐ ആണല്ലോ, അതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക, കണ്ടിട്ട് അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്താ പറയുന്നത്? വെക്റ്റർ ഓൾജിബ്രയ്ക്കകത്ത് നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഈ ഡിറ്റർമിനൻ്റ് ഒക്കെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കറിയാം സംഭവം എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടിട്ട് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ലാംഡനെ അങ്ങ് പുറത്തെടുത്തു. അപ്പോൾ എന്തൊക്കെ വരും? ഇവിടെ ലാംഡ ക്യൂബാണ്, അത് ലാംഡ സ്ക്വയർ ആവും. ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ. ഇവിടെ 18 ലാംഡ സ്ക്വയറാണ്. ഒരു ലാംഡ പുറത്തെടുത്ത് കഴിയുമ്പം 18 ലാംഡ. ഇവിടെ 45 ലാംഡ. ആ ലാംഡനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? മിച്ചം മൈനസ് 45 ഈക്വൽ ടു 0. അതായത് മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് 18 ലാംഡ മൈനസ് 45 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ മൈനസ് 15 ഈക്വൽ ടു 0. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്കും ചെയ്യാം. ലാംഡയുടെ വില അപ്പം നിങ്ങൾക്ക് 0.315 കിട്ടും. ഇതാണപ്പം ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഗൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് എ മൈനസ് ലാംഡ ഐ. അപ്പം ഇതിൻ്റെ കൂടെ എക്സ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഗുണിക്കുന്നു, അത് ഇക്വേറ്റ് ചെയ്യുന്നു 0യുടെ കൂടെ. ഓക്കെ, എ മൈനസ് ലാംഡ ഐയുടെ വാല്യൂ നമ്മൾ
കണ്ടുപിടിച്ചു. താണ്ടേ ഇത്. അപ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. താണ്ടേ എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ്, ക്യാപിറ്റൽ എക്സ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഉദ്ദേശിക്കുന്നത് 2/2 മെട്രിക്സ് ആണെങ്കിൽ എക്സ് വൈ ആണ്. പക്ഷേ ഇത് 3/3 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു ഇസഡും കൂടെ അങ്ങ് കിട്ടണം. അപ്പോൾ ഇതാണ് ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു എന്നാ പറയുന്നത്, വാല്യൂസ് അറിയാത്തൊരു മെട്രിക്സിനെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാവുന്നൊരു കാര്യമല്ലേ, എന്താ നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിന് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ല എക്സ് എന്ന് കൊടുക്കും അല്ലേ, അത്രേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം. ഇതെന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം, സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇനിയും നമ്മളിവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. അല്ല, നമ്മളിവിടെ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചു 0, 3, 15. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇതുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ചെയ്യുവാണെങ്കിലോ, ഓക്കെ, ലാംഡ ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 8 -6 2 -6 7 -4 2 -4 3 സംശയം ഇല്ലല്ലോ, ഇല്ല, ഇൻറ്റു എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 0. ഇനി നമുക്കിത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വേറെ കോളംസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിലെ ഓരോ എലമെൻറ്റ്സ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 8 ഇൻറ്റു എക്സ് -6 ഇൻറ്റു വൈ 2 ഇൻറ്റു ഇസഡ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാത്തിൻ്റെ സം എടുക്കുക. അതുപോലെ ഇതും -6 ഇൻറ്റു എക്സ് 7 ഇൻറ്റു വൈ -4 ഇസഡ്, അതിൻ്റെ എല്ലാത്തിൻ്റെ സം എടുക്കുക. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ കിട്ടും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത്, എക്സ് വൈ ഇസഡ് ആ വാല്യൂസാണ് ഈ ഐഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലാംഡയ്ക്ക് 0 ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. അത് കഴിഞ്ഞ് 3 ഇട്ട് കൊടുക്കുക, 15 ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ.